ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്ന് പറയും. ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി എഴുന്നേറ്റ്. പീക്കോസിന്റെ നൈറ്റ് ഡ്രസ് ആട്ടോ. എങ്ങനെയുണ്ട്? അല്ലെ പീക്കോസ് നൈറ്റ് ഡ്രസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. നല്ല ശുദ്ധി കയറ്റില്ലേ ചോദിച്ചു നോക്കിയിട്ട്. എൻ്റെ കുഞ്ഞൂസിന് ചെറിയ ചുമ ഉണ്ട്, ജലദോഷമുണ്ട് ഒക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വ്ളോഗ് എന്ന് പറയാനൊന്നും ഇല്ല. അങ്ങനെ എടുക്കാനൊരു പ്ലാനും ഇല്ലായിരുന്നു. അത് തന്നെ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാ അമ്മ എടുത്തേ എന്നാ ചോദിക്കുന്നത് പീക്കൂസ്. പപ്പയും മമ്മിയും വന്നിട്ടുണ്ട്. പപ്പയും മമ്മിയും എത്തിയിട്ട് 2 ദിവസമായി. പപ്പയും മമ്മിയും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, അംജുക്കാട് പപ്പയും മമ്മിയാണ് കേട്ടോ. അംജുക്കാട് പപ്പയും മമ്മിയാണ്. അപ്പോൾ പപ്പയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ ട്രിവാൻഡ്രത്തിൽ നിന്നാണ് വന്നത്, പാലക്കാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ദിവസമൊക്കെ അടിച്ചു പൊളിച്ച്. അപ്പോൾ ഒന്നും ഞാൻ വ്ളോഗ് എടുത്തില്ല. അപ്പോൾ ഒന്നും എടുത്തില്ല. പക്ഷെ ഇന്ന് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിഞ്ഞു. ഇനി ഞാൻ കഴിക്കാൻ ബാക്കിയുള്ളൂ. ഉമ്മയും കഴിച്ചിട്ടില്ല. ഉമ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ 6 മണിയായി കഴിഞ്ഞാൽ ബേബിനെ ഉമ്മാടയിൽ ഏൽപ്പിക്കും. കാരണം രാവിലെ നൈറ്റ് ഷിഫ്റ്റാണ് എനിക്ക്. രാവിലെ എനിക്കിപ്പോൾ പീക്കൂസ് ഉറങ്ങിയാലും ഇല്ലെങ്കിലും രാത്രി ഉറക്കില്ല. അത് എൻ്റെ ബ്രെയിൻ അങ്ങനെ ഇതായെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഉറക്കം കിട്ടൂല, ഒട്ടും ഉറക്കം വരത്തില്ല. അപ്പോൾ 6 മണിയാവാൻ ഞാൻ അങ്ങനെ കാത്തിരിക്കും ഉമ്മാടെ കയ്യിൽ കൊടുക്കുക. ഇത് ഇന്നത്തെ ഒരു റൂട്ടീനാണ്. അപ്പോൾ ഇപ്പം ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഇപ്പം മമ്മി ഉള്ള കാരണം ഉമ്മയും മമ്മിയും കൂടി ഇവളെ കളിപ്പിച്ചിരിക്കും. മമ്മി വീടിൻ്റെ ചുറ്റിനും നടക്കും. പിന്നെ ബബിൾസ് ഊതി കളിക്കും. മമ്മി ബബിൾസ് ഊതുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഇഷ്ടം. ഇവളെ പൊട്ടിച്ചിരിക്കും. മമ്മിയും ഉമ്മയും കൂടി വെക്കും. ഞാൻ രാവിലെ 10 മണിക്കാണ് എഴുന്നേൽക്കുക. പിന്നെ 10 മണി വരെ ഞാൻ ഉറക്കമായിരിക്കും. രാവിലെ 6 തൊട്ടിട്ട് 10 എൻ്റെ ഉറക്ക സമയം. അപ്പോൾ എനിക്കത് ഉറങ്ങി ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് വലിയ അപ്പോൾ എൻ്റെ ഫുൾ പിന്നെ ദിവസം ഞാൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഞാൻ അതേ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമ്പോൾ അപ്പയും മമ്മിയും ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് സേവയും കേസരിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. സേവയും കേസരിയൊക്കെ പാലക്കാടല്ലേ. അപ്പോൾ ദോശയും അപ്പവും പുട്ടൊക്കെ എപ്പോഴും നമ്മൾ കഴിക്കുന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ സേവയും കേസരി ആവട്ടെ വെച്ചിട്ട് സേവയും കേസരിയായിരുന്നു. പീക്കോസിൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു. രാവിലെ ഞങ്ങൾ എന്ത് കഴിച്ചെന്ന് ഇന്ന് ഞങ്ങൾ റാഗി കഴിച്ചു. റാഗി ഓക്കെ. അപ്പോൾ ഞാൻ വിശേഷം കഴിക്കാവേ. സേവ, കേസരി, സാമ്പാർ, ചട്നി. ഇതാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ടാറ്റ പോക്കും. അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയണ വരെ മമ്മിയും ഉമ്മയും കൂടി അവളെ കളിപ്പിച്ച് ചിരിപ്പിച്ചിരിക്കാന്ന് പറഞ്ഞിട്ട് ഇതേ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. വിക്കുശിന്റെ മുഖത്തൊന്നും ആവാൻ പാടില്ലല്ലോ. അതിലേക്കാണിത് ദൂരെ നിന്നിട്ട് വിക്കുശിന് കാണാട്ടാ. വിക്കുശിന്റെ തന്നെ ദൂരെ നിന്റെ വിക്കുശിന് കാണാ. ദൂരെ 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 മമ്മി പിടിച്ചെന്നി. കുട്ടി ടാറ്റ പോവാണോ? ബൈ ബൈ. മമ്മിനായിട്ട് പോയിടാ. എങ്ങനെയുണ്ട്? കൈയോണ്ട് കഴിച്ചാൽ മതി. കൈയോണ്ട് കഴിക്കുമ്പോൾ ആ ഫീൽ കിട്ടുള്ളൂ. ഉള്ളൂ. ഇത് നല്ല രസമുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ ഉടുപ്പ്. ഡാഡിയും മുനിയമ്മയും കൊടുന്നതാണോ? പിക്കുച്ചേ അൽഹംദുലില്ലാ. പപ്പയും മമ്മിയും വരുമ്പോൾ അവൾക്ക് പെരുന്നാൾ ഡ്രസ്സ് കൊടുത്തതാട്ടോ ഈ ചുവന്ന ഉടുപ്പ്. പിന്നെ നമ്മളുടെ അപ്പുറത്തെ ചേച്ചി മുല്ലപ്പൂ കെട്ടി തന്നത്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മുല്ലപ്പൂവാണ്. അപ്പോൾ അത് കെട്ടിയിട്ട് അവളുടെ തലയിൽ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കെട്ടി തന്നതാ ഈ മുല്ലപ്പൂ. നല്ല രസമുണ്ടായിരുന്നു. ചുവപ്പ് ഉടുപ്പും മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട്. ഫസ്റ്റ് മുല്ലപ്പൂവാണ് തലയിലത്തെ. ഇവിടെ ഒരാൾ ഇവിടെ ചിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ.
മമ്മി ഇരിക്കും മമ്മി. മുല്ലപ്പൂരിയപ്പ എന്നെ സന്തോഷായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പടയപ്പായി. ഉടുപ്പൊക്കെ ഊരിട്ടിട്ട ഉടുപ്പ് മുല്ലപ്പൂ ഒക്കെ മാറ്റി ഇപ്പൊ പപ്പാനായിട്ട് ഇതേ കുറുമ്പ് കാണിച്ചോണ്ടിരിക്കുക. ആ പപ്പാടെ കണ്ണീത്തെ കണ്ണാട് അവൾക്ക് പിടിച്ച് വലിക്കണം. ഇതിനുള്ള കുറുമ്പാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. കൊറേ നേരം നോട്ടിട്ട് അയ്യോ പറിച്ചെടുക്കായോ. ഒരു പേരക്കുട്ടി ഇങ്ങനെ ചെയ്തിട്ടില്ല. ചെവിയൊക്കെ അത്ഭുതം. വലിയ ചെവിയാ. സാധനമാ പപ്പയുടെ ചുമന്ന ചെവി. ഇത്ര വലിയ ചെവി ആദ്യമായിട്ട് കാണുന്നു. ഞങ്ങൾ രണ്ടുപേരും റെഡി ആയല്ലോ. ഞാനും പീക്കൂഷും റെഡി ആയി അല്ലേ പീക്കൂഷേ? ഞങ്ങൾ റെഡി ആയി കേട്ടോ. പീക്കൂഷിന്റെ മുഖച്ചൊക്കെ എനിക്കങ്ങനെ നമ്മൾ ഇന്ന് എവിടെയെങ്കിലും പോയി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞു 2 ദിവസമായി. അപ്പോൾ ഉമ്മ ഓരോ സ്പെഷ്യലാണ്. ഇപ്പോൾ ഒരു ദിവസം മമ്മിക്ക് മറ്റേ വെജ് പോലായി അങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ്, അവിയൽ, സാമ്പാർ, മീൻകറി, മീൻ പൊരിച്ചൊക്കെ ആയി ഫസ്റ്റ്. പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു സെക്കൻഡ്. ഇന്ന് മമ്മി പറഞ്ഞ് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സാഗർ, പുതിയ ഗ്രാൻഡ് സാഗർ എന്നുണ്ട്, ഞാൻ പോയിട്ടില്ല ഇതുവരെ. അവിടെ പോവാന്ന് വിചാരിച്ചു. അപ്പം ഞാനും മമ്മി പപ്പ ഒക്കെ കൂടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിക്കാൻ റെഡിയാവാണ്. ഈ ഉടുപ്പില്ലേ, ഇത് പീക്കൂസിൻ്റെ പപ്പയുടെ പെരുന്നാൾ ഡ്രസ്സാണ്. പപ്പായുടെ വകയുള്ള പെരുന്നാൾ ഡ്രസ്സായിട്ട് നല്ല ഭംഗിയുണ്ട് ഉടുപ്പ്. നല്ല ചുമണ്ടിരി കോലി ആയിട്ടുണ്ട് ഉടുപ്പൊക്കെ ഇട്ടിട്ട്. അങ്ങനെ നമ്മളിതേ പോവാനൊക്കെ സെറ്റായി. പോവാണല്ലേ പീക്കൂസേ? പോവാണല്ലേ? ഇത് ഇങ്ങോട്ട് തന്നെ. എൻ്റെ മോൾക്ക് ടോയ്സ് ഒന്നും ഇഷ്ടമല്ല. ഇഷ്ടമുള്ളത് ചാർജറ്, ഹെയർ ബ്രഷ്, പിന്നെ എന്താ ഇഷ്ടം? റിമോട്ട്, ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് ഇഷ്ടം. ടോയ്സ് ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ ഗ്രാൻഡ് സാഗർ എന്ന് വേണ്ടിയിട്ടുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ഇരിക്കുവാണ്. നല്ല ആവശ്യത്തിന് ഞങ്ങൾ പോയ സമയം പിന്നെ 1 മണി സമയമായത് കൊണ്ട് തന്നെ നല്ല ഇതുണ്ടായിരുന്നു. ഇവിടെ ഞാൻ ആദ്യമായിട്ട് വരുന്നത്, ഫസ്റ്റ് ടൈം. അപ്പോൾ പുതിയതൊക്കെയാണല്ലോ, 1 വർഷമായിട്ടുള്ളൂ ഇത്ര ഇവിടെ തുടങ്ങിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് റെഡിയായി. ഒരാളിത് വലിയ ആടാണല്ലോ, ഇപ്പോൾ ബേബി സീറ്റിലൊക്കെ ഒറ്റക്കൊക്കെ ഇരിക്കും. ഇപ്പോൾ നമ്മളെ സഹായമൊന്നും വേണ്ട. കുറേ നേരം ഞങ്ങളിതേ കളിച്ച് ചിരിച്ച് ഇരുന്ന് ഭയങ്കര സന്തോഷമാട്ടോ. ഇപ്പം ഉണ്ടല്ലോ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ എന്ത് സന്തോഷമാണെന്നറിയോ. ഞങ്ങൾ പിന്നെ ബട്ടർ നാൻ, ബിരിയാണി, പിന്നെ ചിക്കൻ്റെ എന്തോ ബീഫ് കറി, അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. ഇന്ന് 2 മണിക്ക് ഒരു ടീം വരുന്നുണ്ട്. അപ്പോൾ 2 മണിയുടെ മുമ്പ് നമുക്ക് തിരിച്ച് വീടെത്തണം. ഇനി എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് ചാനലിൽ. നമ്മൾ സൈന ഇൻ്റർവ്യൂ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയായി, ഫുൾ സെറ്റായി. പീക്കൂസിനെ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട്, ഉറങ്ങും. അപ്പോൾ കുറച്ച് നേരം അവൾക്ക് ഉറങ്ങാനും സമയം കിട്ടും, എനിക്ക് ഇൻ്റർവ്യൂവും കഴിയും. ആ ഗ്യാപ്പിൽ പപ്പയും മമ്മിയൊന്നും ഉറങ്ങും, ഉമ്മയൊന്നും ഉറങ്ങും. എല്ലാവർക്കും റെസ്റ്റ് എടുക്കാൻ സമയമായി. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവും കഴിഞ്ഞ് വൈകിട്ട് വേണം നമുക്ക് ലുലു മോളിൽ പോയി കറങ്ങാൻ. ഫോർമാറ്റ് ചെയ്യണ്ട ആണോ?
നീർ കൊടുക്കണോ? പീക്കൂസ് ഉറങ്ങി എഴുന്നേറ്റ് ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് എല്ലാവരും റെസ്റ്റ് എടുത്ത്. ഇത് ഉമ്മയുടെ ഡ്രസ്സായിരുന്നു കേട്ടോ. ഉമ്മ ഇട്ടിരുന്നത് ഞാൻ ഊരി മേടിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സുഖമായിട്ട് ഇടുകയും ചെയ്യാം. ഉമ്മാക്കല്ല ഭയങ്കരമായിരുന്നു. ഉമ്മ വേറെ ഡ്രസ്സ് എടുത്തിട്ട് പപ്പയും മമ്മിയൊക്കെ റെഡി ആവുന്നുണ്ട്. എല്ലാവരും പോയി. ഞങ്ങൾ ലുലുമൂളിൽ പോയി. ഇനി ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇവിടെ ആരാ എൻ്റെ ബെൽറ്റ് ഇട്ട് കളിക്കുന്നേ? എൻ്റെ ബെൽറ്റ് ആയിട്ട് കളിക്കുന്ന പെൺകുട്ടി ആരാ? ആ ആ ആ വാ പോവാ, നമുക്ക് പോവാ 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 പോവാ. കുറുമ്പി പെണ്ണൊക്കെ താഴെ കുറുമ്പ ചെയ്യണേന്നൊക്കെ അറിയാം. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാണ്ടെങ്കിൽ നേരെ വരെ ഇവിടുത്തെ ലുലു മോളിലാട്ടോ വരാം, പാലക്കാട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കിട്ടാറുണ്ട്. അയ്യോ, ഇവിടെ എന്നെക്കാളും ഇഷ്ടം ഷോപ്പിങ്ങിന് വരാം പീക്കോസിനാണ്. പ്രത്യേകിച്ച് ഇതിൽ കയറിയിരിക്കണം, മൊത്തം സവാരി ചുറ്റണം. ഇന്ന് അവളെ ഫുൾ ചുറ്റിക്കറക്കി നടത്തി കൊണ്ടുപോയത് ഡാഡിയാട്ടോ. അങ്ങനെ ഞാൻ കോഴിയുടെ മേടിച്ചു. കുറേ കാലമായി കോഴിയുടെയും ബീഫുടെയും ഒക്കെ കഴിച്ചിട്ട്. ഇവിടെ വന്ന് കണ്ട കൊതിയായി. ഒരാളെ എത്തിച്ച് നോക്കാൻ ആരെയാണെന്നറിയോ? എന്നെയാ എത്തിച്ച് നോക്കുന്നത്. ഞാൻ എവിടെ എല്ലാരോടും സംസാരിക്കുവാണോ എല്ലാരോടും? ഞാൻ ജ്യൂസ് മേടിച്ചിട്ടുണ്ട്, പൈനാപ്പിൾ ലൈം. പിന്നെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ടോ. അങ്ങനെ നമ്മൾ NMR അപ്പ് ടൗണില്ല, അവിടെ ഈ ലുലു മോളിൽ തന്നെ ഉണ്ട്. അവിടെ കയറി ചായ, അങ്ങനത്തെ ഒക്കെ ചായ, ഉന്നക്കായ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത്. എനിക്ക് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മോമോസ് കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാൻ മോമോസ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഒരാളെ ആരൊക്കെയോ നോക്കി ചിരിച്ചിരിക്കുന്നുണ്ട്. പപ്പാന ഇതിപ്പോൾ പപ്പാനായിട്ട് നോക്കിയിട്ടാട്ടോ കളിച്ചിരിക്കുന്നത്. പപ്പാനും മമ്മീനായിട്ടും ഭയങ്കര കളിയായിരുന്നു. നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ചെറിയ സ്നാക്സും ടീയൊക്കെ കുടിച്ച് ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വ്ളോഗ് ഒരു കുഞ്ഞു വിശേഷം. ഞാൻ കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് അത്ര ഞാൻ പെർഫെക്റ്റ് വ്ളോഗൊന്നുമല്ല. കാരണം ഞങ്ങൾ വ്ളോഗ് എടുക്കണം എന്ന് വെച്ചൊന്നുമല്ല. പക്ഷെ അംജിക്കാട് പപ്പയും മമ്മിയും വന്നിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക, എന്തെങ്കിലും വ്ളോഗ് ഇടണ്ടേ. എല്ലാവരും ചോദിക്കുന്നതാണ് പപ്പയും മമ്മിയും എവിടെ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വിശേഷം അറിയാൻ ഇഷ്ടമുള്ളതല്ലേ. അങ്ങനെ ഞാനൊരു തട്ടിക്കുട്ടി വ്ളോഗ് എന്ന്, പക്ഷെ വളരെ സന്തോഷം നിറഞ്ഞ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഞാൻ വീണ്ടും വിശേഷങ്ങളായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.